നമസ്കാരം, ധനുസ് PSCയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് റവന്യൂ വകുപ്പിലേക്ക് കേരള PSC നടത്തിയ എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീയാണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറഞ്ഞിരുന്നത് 32/2025 ആയിരുന്നു. കാറ്റഗറി കോഡ് 49/2024 അതിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ നമുക്കിവിടെ നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഓപ്ഷൻ എ കേരളവർമ്മ പഴശ്ശിരാജ, ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മ, സർദാർ KM പണിക്കർ, വില്യം ലോഗൻ. ആൻസർ വരുന്നത് ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കർ. ഹിസ്റ്ററി ഓഫ് കേരള സർദാർ KM പണിക്കറാണ്. നെക്സ്റ്റ് വൺ, മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏതാണ്? 1.25 കോടി മലയാളികൾ, ഭാഷാ കേരളം, നവകേരള ശില്പികൾ ഇവയൊന്നുമല്ല. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1.25 കോടി മലയാളികൾ. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏതാണ്? 1.25 കോടി മലയാളികൾ. നെക്സ്റ്റ് വൺ, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതെല്ലാം? ഇന്ത്യ ചൈന, ഇന്ത്യ പാകിസ്ഥാൻ, ഇന്ത്യ ബംഗ്ലാദേശ്, ഇന്ത്യ ചൈന, ഇന്ത്യ ശ്രീലങ്ക. അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇന്ത്യ ചൈനയാണ് ആൻസർ വരിക. ഇന്ത്യ ചൈന. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതാണ്? ഇന്ത്യ ചൈന. ഓക്കെ. നെക്സ്റ്റ് വൺ, 1957 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? ഡൽഹി, ലക്നൗ, കാൺപൂർ, ഝാൻസി. 1957 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്, കാൺപൂർ. നെക്സ്റ്റ് വൺ, 1875 രണ്ടാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് എവിടെ വെച്ചാണ്? ന്യൂയോർക്ക്, ഫിലാഡൽഫിയ, വാഷിങ്ടൺ, സാൻ ഫ്രാൻസിസ്കോ. 1875 രണ്ടാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് എവിടെ വെച്ചാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫിലാഡൽഫിയ. നെക്സ്റ്റ് വൺ, ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? അന്റോണിയോ ഗുട്ടറസ്, ബാൻ കി മൂൺ, കോഫി അന്നൻ, ട്രിഗ്വേലി. ആൻസർ വരുന്നത് ഓപ്ഷൻ എ, അന്റോണിയോ ഗുട്ടറസ്. അന്റോണിയോ ഗുട്ടറസ്. നെക്സ്റ്റ് വൺ, താഴെ തന്നിരിക്കുന്ന വാദങ്ങളിൽ പ്രാദേശികവാദത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? ചിനുക്ക്, ലൂ, ചക്രവാദം, ഹെർമാറ്റ്. താഴെ തന്നിരിക്കുന്ന വാദങ്ങളിൽ പ്രാദേശികവാദത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ചക്രവാദം. നെക്സ്റ്റ് വൺ, ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ, ഈ ശിലയെ പ്രാഥമിക ശിലയെന്നും വിളിക്കുന്നു. പിന്നെ ഈ ശിലയ്ക്കൊരു ഉദാഹരണമാണ് ബസാൾട്ട്. കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ഈ ശിലയാണ്. ഈ ശിലകളിൽ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നു. ആൻസർ, ആഗ്നേയശിലയെ ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നതിൽ നിന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ്, കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ഈ ശിലയാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്, കേരളത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത് ഈ ശിലയാണ്. നെക്സ്റ്റ്, എന്താണ് ക്ലിഫ്? ഓപ്ഷൻ എ, ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ്. ഓപ്ഷൻ ബി, ഇത് ശിലയുടെ പേരാണ്. ഇതൊരു കൊടുമുടിയാണ്. ഇത് നദികളിൽ സൃഷ്ടിക്കുന്ന നിക്ഷേപ സമതലമാണ്. എന്താണ് ക്ലിഫ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ്. ക്ലിഫ് എന്താണ്? ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം എന്ന് കണ്ടെത്തുക. അപവഹന ഗർത്തം, കൂൺശിലകൾ, ടെറായി, മണൽമേടുകൾ. താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം ഏതെന്ന് തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ സി ആണ്, ടെറായി. ഓപ്ഷൻ സി ആണ്, ടെറായി. നെക്സ്റ്റ് വരുന്നത്, കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളും അവയുടെ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തന്നിരിക്കുന്നു. ശരിയല്ലാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ എ, കുറ്റ്യാടി കോഴിക്കോട്, ബി ശബരിഗിരി പത്തനംതിട്ട, സി ഷോളയാർ തൃശ്ശൂർ, ഡി കല്ലട കൊല്ലം. കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തന്നിരിക്കുന്നു. ശരിയല്ലാത്തത് കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ശബരിഗിരി പത്തനംതിട്ട. ശരിയല്ലാത്തത് ഓപ്ഷൻ ബി ആണ്, ശബരിഗിരി പത്തനംതിട്ട.
നെക്സ്റ്റ് വരുന്നത് സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ്ദുർഗ് എന്ന പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? ദില്ലി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ. സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ്ദുർഗ് എന്ന പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി കൊൽക്കത്തയാണ്. ഓപ്ഷൻ ബി ആയിട്ട് കൊൽക്കത്തയാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് നോക്കാം. ചുവടെ തന്നിട്ടുള്ളവയിൽ നിന്നും നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? അതിലൊന്നാമത്തത് വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കൂട്ടുക, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. അടുത്തത് വരുന്നത് പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതിൽ ആൻസർ നമുക്ക് എന്ത് പറയാം? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 2ഉം 3ഉമാണ് ഉൾപ്പെടുന്ന പ്രസ്താവന. രണ്ടാമത്തതും മൂന്നാമത്തതുമാണ് ഉൾപ്പെടുന്ന പ്രസ്താവന എന്ന് വെച്ച് കഴിഞ്ഞാൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിതമായ ആവാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുക എന്നും പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക എന്നതുമാണെന്ത് നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2ഉം 3ഉം ഉൾപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? അതിലൊന്നാമത്തത് സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, പിന്നെ വൻകിട വ്യവസായങ്ങൾക്ക് പരിഗണന, അടുത്തത് സ്വയം പര്യാപ്തവും ശാസ്ത്രീയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. ഇതിൽ ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം 1ഉം 2ഉം 1ഉം 3ഉം. ഓപ്ഷൻ സി 1ഉം 3ഉം ഉൾപ്പെടുന്നു. അതായത് സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, പിന്നെ സ്വയം പര്യാപ്തവും ശാസ്ത്രീയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. അപ്പോൾ ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവന ഏതൊക്കെയാണ്? 1 സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, അടുത്തത് സ്വയം പര്യാപ്തവും ശാസ്ത്രീയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏതൊക്കെയാണ്? ഇവിടെ എ എന്ന് പറയുമ്പോൾ അത് എ ചാണക്യൻ അർത്ഥശാസ്ത്രമാണ് കൊടുത്തേക്കുന്നത്, അമർത്യാസൻ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം, മഹാത്മാഗാന്ധി ട്രസ്റ്റിഷിപ്പാണ്, ദാദാഭായ് നവറോജി മിച്ച മൂല്യ സിദ്ധാന്തം. ഇതിലെ തെറ്റായ ജോഡി ഏതെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ദാദാഭായി നവറോജി മിച്ച മൂല്യ സിദ്ധാന്തമാണ് തെറ്റായ ഓപ്ഷൻസ്. ദാദാഭായ് നവറോജി മിച്ച മൂല്യ സിദ്ധാന്തം ഓപ്ഷൻ ഡി ആണ് തെറ്റായത്. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് വരുന്നത് താഴ്ന്നിട്ടുള്ളവയിൽ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി. 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി ആരാണ്? എ പത്മ സുബ്രഹ്മണ്യം, ബി LK അദ്വാനി, സി എം ഫാത്തിമ ബീവി, ഡി ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. ഇത് നമുക്ക് ആൻസർ എന്തെഴുതാൻ പറ്റും? ആൻസർ ഓപ്ഷൻ എ ആണ്. പത്മ സുബ്രഹ്മണ്യം. 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി പത്മ സുബ്രഹ്മണ്യം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ചുവടെ നിന്നിട്ടുള്ളവയിൽ നിന്നും ഉൽപാദക ഘടകമായ മൂലധനത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? 1 മൂലധനം മറ്റെല്ലാ ഉൽപാദക ഘടകങ്ങളെയും സഹായിക്കുന്നു, അടുത്തത് മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു, അടുത്തത് മൂലധനത്തിലുള്ള പ്രതിഫലം ലാഭമാണ്. ഇവിടെ ഉൽപാദക ഘടകമായ മൂലധനത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉമാണ് ആൻസർ വരിക. അതായത് ഉൽപാദക ഘടക മൂലധനത്തിൻ്റെ സവിശേഷതയിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണ്? 1 മൂലധനം മറ്റെല്ലാ ഉൽപാദക ഘടകങ്ങളെയും സഹായിക്കുന്നു, രണ്ടാമത്തത് മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. ഇത് രണ്ടുമാണ് ആൻസറായി വന്നേക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ചുവടെ നിന്നിട്ടുള്ളവയിൽ നിന്നും ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവർ ആരെല്ലാം? അതിലൊന്ന് നിർമ്മല സീതാരാമൻ, നെക്സ്റ്റ് മൊറാർജി ദേശായി, ചരൺ സിംഗ്. ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായവർ ആരെല്ലാം? ആൻസർ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം 3ഉം 3 പേരും എന്താണ് ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുണ്ട്. നിർമ്മല സീതാരാമൻ, മൊറാർജി ദേശായി, ചരൺ സിംഗ്. അടുത്തത് ചുവടെ തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം?
ഒന്നാമത്തത് കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ബോംബെയാണ്. ബോംബെ മീൻസ് മുംബൈയാണ്. ഇന്ത്യയിൽ ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് 3-ാം സ്ഥാനമാണുള്ളത്. അടുത്തത് ചണനാരിനെ യൂണിവേഴ്സൽ ഫൈബർ എന്നും അറിയപ്പെടുന്നു. ഇതിൽ ഈ 3 ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ ആണ് 1ഉം 2ഉമാണ്. ഓപ്ഷൻ എ ആണ് 1ഉം 2ഉം. അതായത് കോട്ടണോപോളിസ് മുംബൈയാണെന്ന് നമുക്കറിയാം. രണ്ടാമത്തത് എന്താണ്? ഇന്ത്യയിൽ ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിന് ചോളത്തിന് 3-ാം സ്ഥാനമുണ്ട്. ചോളത്തിന് 3-ാം സ്ഥാനമുണ്ട്. പുതുതായി PSC പഠിക്കുന്നവരൊക്കെ ഇതിൻ്റെ ഫാക്ട്സുകൾ ശരിയായ ഫാക്റ്റുകൾ പഠിച്ചു പോകണം. നെക്സ്റ്റ് പരീക്ഷയ്ക്ക് നമുക്കിത് തന്നെ റിപ്പീറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് വരുന്നത് മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോകസഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോകസഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ എ 42-ാം ഭരണഘടനാ ഭേദഗതി, ഓപ്ഷൻ ബി 91-ാം ഭരണഘടനാ ഭേദഗതി, ഓപ്ഷൻ സി 52-ാം ഭരണഘടനാ ഭേദഗതി, ഓപ്ഷൻ ഡി 73-ാം ഭരണഘടനാ ഭേദഗതി. അതിൽ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ് 91-ാം ഭരണഘടനാ ഭേദഗതി. 91-ാം ഭരണഘടനാ ഭേദഗതിയാണ് വരുന്നത്. നെക്സ്റ്റ് 21-ാമത്തെ ക്വസ്റ്റ്യൻ. രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. അതിൽ ഒന്നാമത്തത് 2 ഭാഗം അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോൾ പിരിഞ്ഞു പോകുന്നു. രണ്ടാമത്തത് രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. മൂന്നാമത്തത് രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. 4 ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്ക് ഇല്ല. ഇതിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ് 2, 3, 4 എഴുതിയേക്കുന്ന പ്രസ്താവനകൾ ശരിയാണ്. അതായത് രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്ക് ഇല്ല. ഇത് 3ഉം ഇവിടെ കൊടുത്തേക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ. ഓക്കെ. അടുത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഓപ്ഷൻ എ PK തുങ്കൻ കമ്മിറ്റി, രണ്ടാമത്തത് ബി ഓപ്ഷൻ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, സി അശോക് മേത്ത കമ്മിറ്റി, ഡി സർക്കാരിയ കമ്മീഷൻ. ഇതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി എപ്പോഴും ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണിതിൽ. റിവിഷൻ ക്വസ്റ്റ്യൻസ് പറയുമ്പോഴൊക്കെ PK തുങ്കൻ കമ്മിറ്റി എന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ പറയാറുണ്ട്. ഇവിടുത്തെ ആൻസർ എന്താണ്? PK തുങ്കൻ കമ്മിറ്റി അല്ലേ? PK തുങ്കൻ കമ്മിറ്റി. ഓപ്ഷൻ എ PK തുങ്കൻ കമ്മിറ്റി എന്നാണ് ആൻസർ. എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്, പലപ്പോഴും നമ്മളത് പറയാറുണ്ട്. ഓക്കെ. അപ്പോൾ 22ൻ്റെ ആൻസർ ഓപ്ഷൻ എ PK തുങ്കൻ കമ്മിറ്റി. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിൽ പെടാത്തത് ഏതാണ്? ഒന്നാമത്തെ കൊടുത്തേക്കുന്നത് ജോലിക്ക് തുല്യവേതനം, പിന്നെ ഏകീകൃത സിവിൽ നിയമം, സംഘടനാ സ്വാതന്ത്ര്യം, പൊതുതൊഴിൽ, തുല്യ അവസരം. ഇതിൽ എന്താണ് ആൻസർ? ഭരണഘടനയുടെ 4-ാം അധ്യായത്തിൽ പെടുന്നത് എന്താണ്? ആൻസർ നമുക്കെന്ത് പറയാം? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 3-ാമത്തതും 4-ാമത്തതും എന്താണ്? 3ഉം 4ഉം. ആൻസർ ഓപ്ഷൻ ഡി. അതാണ് ഭരണഘടനയുടെ 4-ാം അധ്യായത്തിൽ പെടാത്തത്. പെടാത്തത് 3ഉം 4ഉമാണ് പെടാത്തത്. അപ്പോൾ 4 വരുന്ന ആരൊക്കെ ഉണ്ടാവും അവിടെ? നമുക്ക് നോക്കുമ്പോൾ ജോലിക്ക് തുല്യവേതനവും ഏകീകൃത സിവിൽ നിയമവും എന്താണ്? ഭരണഘടനയുടെ 4-ാം അധ്യായത്തിൽ വരുന്നവയാണ് അല്ലേ? അത് ഫാക്ട്സ് പഠിച്ചു വയ്ക്കാം. അപ്പോൾ ഇവിടുത്തെ ആൻസർ നമുക്ക് എന്താണ്? ചോദ്യം ഭരണഘടനയുടെ 4-ാം അധ്യായത്തിൽ പെടാത്തവ ആരല്ല? ഈ 4 നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ബോധ്യം വരുന്നു. സംഘടനാ സ്വാതന്ത്ര്യവും, 3-ാമത്തെ സംഘടനാ സ്വാതന്ത്ര്യവും, 4-ാമത്തേത് പൊതുതൊഴിൽ തുല്യ അവസരം അല്ലേ? അതും പെടില്ല എന്ന് മനസ്സിലാവുന്നു. സോ ഓപ്ഷൻ ഡി ആണ്. 3ഉം 4ഉം നമുക്ക് മനസ്സിലാവുന്നു. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ. നെക്സ്റ്റ് വരുന്നത് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. സി വിജിൽ എന്നാണ് അതിൻ്റെ പേര്.
സി വിജിൽ എന്നാണ് പേര്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് വന്നതാണ് സി വിജിൽ എന്നത്. നെക്സ്റ്റ്, ചേരുംപടി ചേർത്തവ പരിശോധിക്കുക. യൂണിയൻ ലിസ്റ്റ് പ്രതിരോധം ആണവോർജം, സംസ്ഥാന ലിസ്റ്റ് കൃഷി മത്സ്യബന്ധനം, കൺകറന്റ് ലിസ്റ്റ് മദ്യനിയന്ത്രണം ബാങ്കിങ്. ഇതിൽ സൂചകങ്ങൾ ഉപയോഗിച്ച് ശരിയുത്തരം കണ്ടെത്തുക. ഇതിൽ ഓപ്ഷൻ എ എല്ലാം ശരിയാണെന്നൊക്കെയാണ് ഇവിടെ നമുക്ക് കൊടുത്തേക്കുന്നത്. നോക്കാം, 1, 2, 3 ഓപ്ഷൻ ഇല്ലേ പ്രസ്താവനകളുണ്ട്. അതിൽ നമുക്ക് എന്താ ആൻസർ വരുന്നത് നോക്കാം. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരിയാണ്. യൂണിയൻ ലിസ്റ്റ് പ്രതിരോധം ആണവോർജം, സംസ്ഥാന ലിസ്റ്റ് കൃഷി മത്സ്യബന്ധനം എന്നിവ ശരിയായ പ്രസ്താവനയാണ്. സോ ബി ആണ് ഇവിടുത്തെ ആൻസർ. നമ്മൾ മാർക്ക് ചെയ്യേണ്ട ആൻസർ ബി ആണ്. അപ്പോൾ ഇതിനകത്ത് യൂണിയൻ ലിസ്റ്റ് എന്താണെന്നും സംസ്ഥാന ലിസ്റ്റ് എന്താണെന്നും കൺകറന്റ് ലിസ്റ്റ് എന്താണെന്നും നല്ല വൃത്തിയായിട്ട് തറവായിട്ട് എഴുതി പഠിച്ചു വെക്കണം. ഓക്കെ, എങ്കിലും നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ. നെക്സ്റ്റ് വരുന്നത്, നിലവിലെ കേന്ദ്ര പാർലമെൻ്ററി ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? നിലവിലെ കേന്ദ്ര പാർലമെൻ്ററി ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. കിരൺ റിജിജു ആണ്. ഓപ്ഷൻ ഡി കിരൺ റിജിജു. അപ്പോൾ ഇത് പുതിയ എക്സാംസ് എഴുതാൻ തയ്യാറെടുക്കുന്നവർക്കെല്ലാം ഈ പുതിയ ഫാക്ട്സ് കറണ്ട് അഫെയർ വരുന്ന ഫാക്ട്സുകളൊക്കെ ഒരു സെപ്പറേറ്റ് ആക്കി എഴുതി പോവുക. നെക്സ്റ്റ് 27, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം ശരിയാണ്. അതായത് ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ജഡ്ജി എന്നിവരായിരിക്കും മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ. ഓക്കെ, 2ഉം 3ഉമാണ് ശരിയായ ഓപ്ഷൻസ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ. 27ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത് വരുന്നത്, വിവരാവകാശ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. അതിൽ അഴിമതി നിയന്ത്രിക്കുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്വബോധം ഉണ്ടാക്കുന്നതിന്. അടുത്ത പോയിന്റ്, ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും. അതിൽ ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയെന്നാണ് ആൻസർ. അതായത് വിവരാവകാശ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങളാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ കൊടുത്തേക്കുന്ന 3 ഫാക്ട്സും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ഉത്തരം. മാർക്ക് ചെയ്യേണ്ടത് ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ്, ലോക തണ്ണീർത്തട ദിനം. ലോക തണ്ണീർത്തട ദിനം എന്നാണ്. ആൻസർ ഓപ്ഷൻ എ കൊടുത്തേക്കുന്നത് ഫെബ്രുവരി 2 ആണ്. കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി. കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? വി ശിവൻകുട്ടി. തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. ഓപ്ഷൻ ഡി. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്രയാണ്? ആകെ രാജ്യസഭാ സീറ്റുകൾ എത്രയാണ്? 9. ഇതും റിപ്പീറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. നെക്സ്റ്റ്, കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആരാണ്? കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആരാണ്? ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് ആർ ലേക്കർ. ഓപ്ഷൻ സി, രാജേന്ദ്ര വിശ്വനാഥ് ആർ ലേക്കർ. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർ ലേക്കറാണ്. ഓക്കെ, നെക്സ്റ്റ്, 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, NS മാധവൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ്? NS മാധവൻ. NS മാധവൻ. നെക്സ്റ്റ്, പല്ലിൻ്റെ ആന്തരഘടന ചുവടെ കൊടുത്തിട്ടുണ്ട്. ഇവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? അതിലൊന്ന്, ഇനാമൽ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല. ഡെൻറ്റൈൻ മനുഷ്യരെഴുത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം. 3, പൾപ്പ് ക്യാവിറ്റി പല്ലിൻ്റെ ഏറ്റവും ആന്തരഭാഗം. സിമൻറ്റം പല്ലിൻ്റെ മുണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന യോജകകല. ഇതിൽ ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ ബി ആണ്. 3ഉം 4ഉം ശരിയായ ഓപ്ഷൻസാണ്. 3ഉം 4ഉമാണ് ശരി. അതായത് പൾപ്പ് ക്യാവിറ്റി പല്ലിൻ്റെ ഏറ്റവും ആന്തരഭാഗം, സിമൻറ്റം പല്ലിൻ്റെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന യോജകകല. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ. അടുത്ത് വരുന്നത്, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകം. ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് എന്താണ്? ADEK ഉണ്ട്. അതിൽ ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകം ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ജീവകം ഇ. ജീവകം ഇ ആണല്ലേ. വന്ധ്യതാ നിവാരണ ഹോർമോൺ ആണല്ലേ, വന്ധ്യതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ വന്ധ്യതാ നിവാരണ ഹോർമോണാണ് ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകം എന്നൊക്കെ അറിയപ്പെടുന്നത്. ജീവകം ഇ എന്ന് പറയുന്നല്ലേ, ജീവകം ഇ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സാംക്രമിക രോഗങ്ങളും അവയുടെ രോഗകാരികളും തന്നിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക.
ഇവിടെ ശരിയായ ജോഡി കൊളറ വൈറസ്, എലിപ്പനി ലെപ്റ്റോസ്പൈറ, സ്ക്രബ് ടൈഫസ്, വിബ്രിയോ കൊളറ, കുരങ്ങുപനി, ബാക്ടീരിയ. ഇതിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻ ശരിയായ ജോഡി എന്നുള്ളത് തന്നെ കണ്ടെത്താം. അത് വായിച്ചിട്ടേ നമുക്ക് താഴേക്ക് പോകാൻ പറ്റുള്ളൂ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. രണ്ടാമത്തെ മാത്രമാണ് ശരിയായ ജോഡി. എലിപ്പനി ലെപ്റ്റോസ്പൈറ അല്ലേ. കൊളറ നമുക്കറിയാമായിരുന്നു, വിബ്രിയോ കൊളറയൊക്കെ നമുക്കറിയാം. അപ്പോൾ തെറ്റാന്ന് ആദ്യം മനസ്സിലാവും. അപ്പോൾ ശരിയായ ജോഡി ഏത് മാത്രമേ ഉള്ളൂ? എലിപ്പനി ലെപ്റ്റോസ്പൈറ അല്ലേ. എലിപ്പനി ലെപ്റ്റോസ്പൈറ. അടുത്തത്, ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏതാണ്? ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. രണ്ടാമത്തത് പറയുമ്പോൾ അമൃതം ആരോഗ്യം. ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ, അമൃതം ആരോഗ്യം. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏതാണ്? അമൃതം ആരോഗ്യം. അമൃതം ആരോഗ്യം. പ്രമേഹം അല്ലേ, അമൃതം ആരോഗ്യം. ഇനി ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഏത്? ഒന്ന് ക്യാൻസർ, സിലിക്കോസിസ്, ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ്, പോളിയോ, ടെറ്റനസ് ആണ്. ഇതിൽ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഏതാണ്? ആൻസർ നമുക്കെന്ത് പറയാം? ആൻസർ ഓപ്ഷൻ ബി ആണ്. രണ്ടാമത്തതാണെന്ത്? ഓപ്ഷൻ ബി രണ്ടാമത്തെന്ന് പറയുമ്പോൾ ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ ആണെന്ത്? ജനിതക രോഗങ്ങൾ. നമുക്കറിയാവുന്ന കേസൊക്കെയാണ് ഹീമോഫീലിയ, സിക്കിൾ സെൽ. ഹീമോഫീലിയ എന്ന് പറയുമ്പോൾ ഹീമോഗ്ലോബിൻ്റെ ആണ് ഹീമോഫീലിയ അല്ലേ. ബ്ലഡ് ക്ലോട്ട് ചെയ്യാതെ ഇങ്ങനെ ഹീമോഫീലിക് ആവുന്നതാണ്. സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുമ്പോൾ എന്താണ്? അതിൽ ഹീമോഗ്ലോബിൻ്റെ അല്ലെങ്കിൽ അത് സിക്കിൾ ഷേപ്ഡ് ആയിട്ട് മാറുന്ന സംഭവമാണ്. ജനറ്റിക്കലി വരുന്ന അസുഖങ്ങളാണത് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ. അടുത്തത്, സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയ്ക്ക് അനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്നാമത്തത്, ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിൽ യൂഫോട്ടിക് മേഖലയെന്ന് പറയുന്നു. ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിലോട്ടായിട്ട് യൂഫോട്ടിക് മേഖലയാണ്. അടുത്തത് 200 മീറ്റർ താഴെ 1000 മീറ്റർ വരെ എഫോട്ടിക് മേഖലയാണ്. 1000 മീറ്ററിന് താഴെ ഡിസ്ഫോട്ടിക് മേഖലയും ആണ്. സമുദ്രത്തിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ നമുക്ക് ശരി തെറ്റെന്നാണ് ചോദ്യം അല്ലേ. ഇത് വായിക്കുമ്പോൾ ഓപ്ഷൻ എ 1 മാത്രം ശരി അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആൻസർ എന്താണ്? ഓപ്ഷൻ എ തന്നെയാണ്, 1 മാത്രമാണ് ശരിയായി വരിക. അപ്പോൾ എല്ലാ ഓപ്ഷൻസും നമ്മൾ എയും ബിയും സിയും ഡിയും വായിച്ച് നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ 1 മാത്രമാണ് ശരി. ഓപ്ഷൻ എ ഈസ് ദി ആൻസർ വന്നേക്കുന്നു. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് വരുന്നത്, ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഏതാണത്? 3ാമത്തതാണ്, സൗദി അറേബ്യ ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. നമ്മൾ ഇന്ത്യ, അമേരിക്ക, സൗദി അറേബ്യ, കെനിയ എന്ന് വായിച്ചു പോകുമ്പോൾ താഴെ കൊടുത്ത് നമുക്ക് ഉത്തരം എന്ത് കിട്ടും? നമ്മുടെ മനസ്സിലുണ്ട് സൗദി അറേബ്യ ആണ്. സൗദി അറേബ്യ എവിടെ വന്നിരിക്കുന്നത്? എയിൽ വന്നിട്ടുണ്ടോ, ബിയിലുണ്ടോ, സിയിലുണ്ടോ, ഡിയിലുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. സോ ഡി ആണ് ഇവിടുത്തെ ആൻസർ. അടുത്തത്, മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? അത് ഓപ്ഷൻ എ ആണ് ആൻസർ. അതായത് നൈജീരിയ ആണ്. മെനിഞ്ചൈറ്റിസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ തലച്ചോറിനെ പൊതിഞ്ഞിരിക്കുന്ന ആവരണം മെനിഞ്ചസ് എന്ന അല്ലേ സ്ഥലം കൊണ്ടല്ലേ പൊതിഞ്ഞേക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കുള്ള ഫ്ലൂയിഡ്, മെനിഞ്ചൈറ്റിസ് എന്ന അസുഖം ഉണ്ടാകുന്നത് എന്താണ്? ഈ മെനിഞ്ചസ് 2 പാളി സ്ഥലമാണ് അല്ലേ. അതിനിടയ്ക്ക് എന്തുണ്ട്? മെനിഞ്ചസ് ഫ്ലൂയിഡ് ഉണ്ട് അവിടെ. ആ ഫ്ലൂയിഡിനൊക്കെ ഇൻഫെക്ഷൻ അടിക്കുമ്പോൾ അല്ലേ എന്നിട്ടുണ്ടാവുക മെനിഞ്ചൈറ്റിസ് ഒക്കെ സംഭവങ്ങൾ ഉണ്ടാവുക. അപ്പോൾ അതിനെതിരായിട്ട് എന്താണ്? MEN5CV, അവിടെയാണത് നൈജീരിയ ആണ്. മെനിഞ്ചൈറ്റിസ് അല്ലേ. നെക്സ്റ്റ്, ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പൂർണ്ണാന്തരിക പ്രതിഫലനം. അടുത്തത്, കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഇവിടെ സെക്കൻഡ് ആണ്. മീറ്റർ ഉണ്ട്, പ്രകാശവർഷമുണ്ട്, സെക്കൻഡ് ഉണ്ട്, അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഉണ്ട്. ഇതിൽ പെടാത്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ആണ്. നെക്സ്റ്റ്, ഒരു കോൺകേവ് ദർപ്പണത്തിന് മുമ്പിൽ 10 സെൻറ്റിമീറ്റർ അകലെ
പ്രകാശിക്കുന്ന വസ്തു വെച്ചപ്പോൾ അതിൻ്റെ യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്ന് 40 സെൻറ്റിമീറ്റർ അകലെ രൂപപ്പെടുന്നു. ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം കണക്കാക്കാം. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, -8 cm ആണ്, -8 സെൻറ്റിമീറ്റർ ആണ്. അടുത്തത് ഏറ്റവും മികച്ച പൊതുഗതാഗതം ഉള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം. ഏറ്റവും മികച്ച പൊതുഗതാഗതം ഉള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, മുംബൈ ആണ്. മുംബൈ ആണ്. നെക്സ്റ്റ്, ചാറ്റ് GPT-ക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം. ചാറ്റ് GPT-ക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇറ്റലി. നെക്സ്റ്റ്, കുമ്മായം അടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് എന്ത് രൂപപ്പെടുന്നത് കൊണ്ടാണ്? എന്ത് രൂപപ്പെടുന്നത് കൊണ്ടാണ്? ആൻസർ ഓപ്ഷൻ സി, കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റ്. തിളക്കം കാണപ്പെടുന്നത് കാൽസ്യം കാർബണേറ്റ് ഉണ്ടാകുന്നത് കൊണ്ടാണ്. കാൽസ്യം കാർബണേറ്റ് ഉണ്ടാകുന്നത് കൊണ്ടാണ്. അടുത്തത്, ഇരുമ്പ് ഫൈലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആൻസർ ഓപ്ഷൻ എ ആണ്, FeCl3H2O ഉണ്ടാകുന്നുണ്ട്. ഇരുമ്പ് ഫൈലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? FeCl3H2 ഉണ്ടാകുന്നു. അടുത്തത്, ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം. ഇലക്ട്രോണിൻ്റെ പരമാവധി എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 10. അടുത്തത്, ഡാഷ് ഉൽപ്പാദനത്തിനുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ്. എന്തിൻ്റെയാണ്? ഇവിടെ MnO2 ഉണ്ട്, TiO2 ഉണ്ട്, THO2 ഉണ്ട്, VO2. ഇതിലേതാണ് ഇൽമനൈറ്റിൻ്റെ അസംസ്കൃത വസ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഓപ്ഷൻ ബി, TiO2. നെക്സ്റ്റ് വരുന്നത്, അക്വേറിയത്തിൻ്റെ അടിയിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം വർദ്ധിക്കുന്നത് ഏത് വാതക നിയമം അനുസരിച്ചാണ്? ഏത് വാതക നിയമം അനുസരിച്ച്? ആൻസർ ഓപ്ഷൻ എ, ബോയിൽ നിയമം. ഇത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. പത്രപ്രവർത്തനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിച്ച കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ആസ്ഥാന ആൻസർ ഓപ്ഷൻ സി, കാക്കനാട്. ഓപ്ഷൻ സി, കാക്കനാട്. നെക്സ്റ്റ് വരുന്നത്, മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ മലയാള നടൻ. ആദ്യ മലയാള നടൻ ആരാണ്? ആദ്യ മലയാള നടൻ? PJ ആൻ്റണി. നെക്സ്റ്റ്, താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? ഒന്നാമത്തത്, മൈമുന എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് OV വിജയനാണ്. സ്മാരകശിലകൾ എന്ന നോവലിലെ കഥാപാത്രമാണ് മൈമുന. പുനത്തിൽ കുഞ്ഞബ്ദുൾ സൃഷ്ടിച്ച കഥാപാത്രമാണ് മൈമുന. ആൻസർ ഓപ്ഷൻ എ ആണ്, 1 മാത്രമാണ് ഇവിടെ ശരി. അതായത് മൈമുന എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് OV വിജയൻ. ഓപ്ഷൻ എ ഇസ് ദി ആൻസർ. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ. അടുത്തത്, 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിൻ്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, EV രാമകൃഷ്ണൻ. EV രാമകൃഷ്ണൻ. അടുത്തത്, താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? 1, ഷാജി N കരുൺ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് പിറവി. അടുത്തത്, 1989 മികച്ച സിനിമയ്ക്കും സംവിധായകനുമുള്ള അവാർഡ് നേടിയ സിനിമയാണ് പിറവി. അടുത്തത്, G അരവിന്ദന് ദേശീയ അവാർഡ് ലഭിച്ച സിനിമയാണ് പിറവി. ആൻസർ ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. അടുത്തത്, ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരാണ്? ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, സച്ചിൻ ടെണ്ടുൽക്കർ. നെക്സ്റ്റ് വരുന്നത്, ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിൻ്റെ നായകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, ജയ്പാൽ സിംഗ്. ഇനി അടുത്തത്, പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുന്നത്. പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി, ബ്രൗസിംഗ്, ചരിത്രം, കുക്കികൾ എന്നിവ സംഭരിക്കാതിരിക്കാൻ. നെക്സ്റ്റ് വൺ, HTML ഒരു ചിത്രത്തെ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാഗ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ്, ഒരു LAN ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. LAN. ആൻസർ ഓപ്ഷൻ ബി, റൗട്ടർ. നെക്സ്റ്റ്, IT ആക്ട് പ്രകാരം ഇന്ത്യയിലെ സൈബർ സുരക്ഷാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോഡി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, സർട്ടിൻ. നെക്സ്റ്റ്, ഇൻപുട്ട് ഉപകരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സ്കാനർ. ഇൻപുട്ട്. നെക്സ്റ്റ്, പോക്സോ നിയമം 2012 പ്രകാരം
കുട്ടിയായി നിർവചിച്ചിരിക്കുന്നത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 18 വയസ്സിൽ താഴെ പ്രായം ഉള്ളവർ. നെക്സ്റ്റ്, ഒരു വർഷത്തിൽ കേന്ദ്ര ഉപഭോക്തൃ സമിതി കുറഞ്ഞത് എത്ര തവണ മീറ്റിംഗ് കൂടി ഇരിക്കണമെന്നാണ് അനുശാസിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, 1 തവണ. നെക്സ്റ്റ്, ദേശീയ സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി എത്രയാണ്? ആൻസർ 3 വർഷം. അടുത്ത് വരുന്നത് ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ ആരാണ്? ആൻസർ ഓപ്ഷൻ സി, ജയന്തി പട്നായിക്. നെക്സ്റ്റ്, ഗാർഹിക പീഡന നിരോധന നിയമം 2005 പ്രകാരം താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ആൻസർ ഇവിടെ ഓപ്ഷൻ ഡി ആണ്. ഇവിടുത്തെ ആൻസർ. നെക്സ്റ്റ്, ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ചെയർപേഴ്സൺ കൂടാതെ എത്ര അംഗങ്ങൾ ഉണ്ട്? 69. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്, 6 പേര്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ചെയർപേഴ്സൺ കൂടാതെ 6 അംഗങ്ങൾ ഉണ്ട്. ഇനി സംസ്ഥാന സർക്കാർ സ്ഥാപിക്കുന്ന വാർദ്ധക്യകാല ഗൃഹങ്ങളിൽ കുറഞ്ഞത് എത്ര മുതിർന്ന പൗരന്മാർക്ക് താമസസൗകര്യം നൽകേണ്ടതാണ്? ആൻസർ ഓപ്ഷൻ സി, 150. നെക്സ്റ്റ് വരുന്നത്, ഒരു ത്രികോണത്തിലെ കോണുകൾ 5:3:4 എന്ന അംശബന്ധത്തിലായാൽ ത്രികോണത്തിലെ ചെറിയ കോൺ എത്രയാണ്? ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 45. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ്, z = x + y ൽ x = -10 y = 3 ആയാൽ z എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, -7. നെക്സ്റ്റ്, കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 16. 6ൻ്റെ ആദ്യ 6 ഗുണിതങ്ങളുടെ മാധ്യം എത്രയാണ്? 74. ആൻസർ ഓപ്ഷൻ സി ആണ്, 19. 40 സെൻറ്റിമീറ്റർ നീളവും 40 മീറ്റർ നീളവും 30 മീറ്റർ വീതിയുമുള്ളൊരു ചതുരത്തിൻ്റെ ചുറ്റളവ് ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവിനോട് തുല്യമായാൽ ആ സമചതുരത്തിൻ്റെ വശം എത്രയായിരിക്കും? 75ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 35. നെക്സ്റ്റ്, ഒരു വരിയിൽ അരുൺ മുന്നിൽ നിന്ന് 4-മതും പിന്നിൽ നിന്നും 20-മതും ആയാൽ ആ വരിയിൽ ആകെ എത്ര പേർ ഉണ്ട്? ആൻസർ ഓപ്ഷൻ സി, 23 ഉണ്ട്. നെക്സ്റ്റ്, 77ൻ്റെ ആൻസർ 18 - 6 / 3 × 4 = ആൻസർ ഓപ്ഷൻ എ ആണ്, 10. അടുത്ത 78ൻ്റെ -2/3 3 × -3/5 അല്ലേ? ഓക്കെ, -2/3 × 3/5 എത്രയാണ്? ആൻസർ നമുക്ക് ലഘൂകരിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ഓപ്ഷൻ സി, -8/75. നെക്സ്റ്റ്, 53.6 എന്ന സംഖ്യ 72.29 എത്ര കുറവാണ്? 79ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 18.69. നെക്സ്റ്റ്, 1 to 4- എന്ന സംഖ്യാശ്രേണിയിലെ 10ാം പദം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 512. പുതുതായി പഠിക്കുന്നവർ തന്നെ ഇതിപ്പോൾ ഇങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല, ആൻസർ ചെയ്ത് നോക്കിയിട്ട് ആൻസറിലേക്ക് ഡിറൈവ് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്തണം. ഓപ്ഷൻസ് നോക്കുക. നെക്സ്റ്റ്, മോഡേൺ ടെക്നോളജി മേക്സ് ഇറ്റ് ഈസിയർ ദാൻ എവർ ടു eavesdrops on electronic communication. Find the option that is closest in meaning to the underlined word. ഓപ്ഷൻ അതായത് EAVESDROP eavesdrops എന്ന ആ പദത്തിനോട് ക്ലോസ് മീനിങ് വരുന്നത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആൻസർ ഇവിടെ ഓപ്ഷൻ ഡി ആണ്, ടു ലിസൺ സീക്രട്ട്ലി ടു എ പ്രൈവറ്റ് കോൺവെർസേഷൻ. അതാണ് ഈവ്സ്ഡ്രോപ്പിൻ്റെ മീനിങ്. നെക്സ്റ്റ്, ഡു യു റിമെമ്പർ ദ പാസഞ്ചർ ട്രാവൽഡ് യെസ്റ്റർഡേ വിത്തൗട്ട് Do you remember the passenger travelled yesterday without a ticket? Choose a suitable relative pronoun from the options given. Relative pronouns ഉപയോഗിക്കാനാണ് കൊടുത്തേക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹൂ ആണ് റിലേറ്റീവ് pronoun. Who travelled? Do you remember the passenger who travelled? The passenger who travelled. അതാണ് റിലേറ്റീവ് pronoun അവിടെ. The passenger who travelled. Okay. Next, Martin ate the amount of shawarma at the party, preferring to snack on vegetables. Choose the superlative form of the adjective from the options.
Superlative form of the adjective from the options. ഇതിൽ superlative form. Answer option D ആണ് least. Next, pursuing a graduate degree from a reputed institution these days can cost an arm and a leg. Identify the meaning of the idiom underlined. An arm and a leg എന്നുള്ളതിൻ്റെ മീനിങ് വേണം. ആൻസർ ഓപ്ഷൻ സി ആണ് എക്സ്പെൻസീവ് ആണ്. എക്സ്പെൻസീവ്. Which one of the following words is an example of a compound word consisting of a verb plus adverb pattern? ആൻസർ ഓപ്ഷൻ എ ആണ് ബ്രേക്ക് ത്രൂ. ഓപ്ഷൻ എ ബ്രേക്ക് ത്രൂ. The dash of the royal families still preserve their tradition and cultural heritage. The dash of the royal families still preserve their tradition and cultural heritage. Pick out the correctly spelled word. Answer option B ആണ് descendants. Next, this clause used to fade when washed. Use the most suitable question tag use ചെയ്യാൻ. Answer option D didn't. Close the window, change into passive voice. Answer option D and let the window be closed. The principal ordered a dash of a paper to print the students the hall ticket. Fill in the blanks using the most suitable collective noun from the options given. അവിടെ കളക്റ്റീവ് പ്രൊനൗൺസ് അല്ലേ കൊടുക്കാൻ. ആൻസർ ഓപ്ഷൻ സി ആണ് റീം. നെക്സ്റ്റ് വരുന്നത് ദ മാനേജർ ആസ്ക്ഡ് രാജി വൈ ഡിഡ്ന്റ് യു കം ടു ദി ഓഫീസ് യെസ്റ്റർഡേ. ദ മാനേജർ ആസ്ക്ഡ് രാജി അതിനെ റിപ്പോർട്ട് സ്പീച്ചിലാക്കാനാണ്. കംപ്ലീറ്റ് ദ റിപ്പോർട്ട് സ്പീച്ച്. ദ മാനേജർ ആസ്ക്ഡ് രാജി. ആൻസർ ഓപ്ഷൻ സി ആണ് വൈ ഷീ ഹാഡിൻ കം ടു ദി ഓഫീസ് ദ പ്രീവിയസ് ഡേ. നെക്സ്റ്റ് വിൻ പ്ലസ് സ്ഥലം വിണ്ടലം സന്ധി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആദേശസന്ധി. അടുത്തത് ക്ലീബം എന്ന പദത്തിൻ്റെ അർത്ഥം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് നപുംസകം. കൂട്ടത്തിൽപ്പെടാത്തത് ഏതെന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് മഞ്ഞ്. പിന്നെ ശരിയല്ലാത്ത വിപരീതപദ രൂപം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഉപജയം അപജയം. ചുട്ടെഴുത്തുകൾ എന്നറിയപ്പെടുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ആ ഇ എ മലയാളം. ചതയില്ലാത്തടത്ത് കത്തി വയ്ക്കരുത് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ഫലമില്ലാത്തടത്ത് പ്രവർത്തിക്കരുത്. നെക്സ്റ്റ് തന്നിരിക്കുന്ന എതിർലിംഗ രൂപങ്ങളിൽ തെറ്റായ ജോഡി ഏതാണ്? എതിർലിംഗ രൂപങ്ങളിൽ തെറ്റായ ജോഡി ഏതാണ്? 97 ആൻസർ ഗോസ് ടു സി ആണ് കവി കവയിത്രി. അതാണ് തെറ്റായ ജോഡി. കവിയിത്രിയാണ് തെറ്റായ ജോഡി. നെക്സ്റ്റ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ഒറ്റപ്പദം റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഓപ്ഷൻ സി പി പഠിച്ചു. സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നതാണ്. സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നതാണ് എന്ത്? ആൻസർ ഓപ്ഷൻ സി ആണ് സലിംഗ ബഹുവചനം. നെക്സ്റ്റ് കാലുകൊണ്ട് വെള്ളം കുടിച്ച് തലകൊണ്ട് മുട്ടയിട്ടു എന്ന കടങ്കഥയുടെ ഉത്തരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി തെങ്ങെന്നാണ്. ഓക്കെ, പുതിയ എക്സാം എഴുതുന്നത് നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. പുതിയ അപേക്ഷിക്കുന്നവരും പഠിച്ചു തുടങ്ങുക. ആൻസേഴ്സ് എഴുതി വെക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സി യു അഗെയിൻ.